ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ചർച്ചയായിട്ടുള്ളൊരു കാര്യം സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യമായിരുന്നു. ടീം പ്രഖ്യാപനം വന്നപ്പോൾ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. സാധാരണ ഇതുപോലെ നേരത്തെ ഉണ്ടായിട്ടുള്ള പല സാഹചര്യങ്ങൾ പോലെ വീണ്ടും സഞ്ജു ടീമിലില്ല. പക്ഷെ സഞ്ജു ടീമിലില്ല എന്നത് മാത്രമല്ല ഇപ്പം ചർച്ചയാവുന്നത്. ഇപ്പം ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സഞ്ജു വിജയ് ഹസാര ട്രോഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണ്. KCയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവാദം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിവാദം ഇപ്പോൾ ആവശ്യമുള്ളതാണോ എന്താണ്? അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും ഏകദിന ടീമിലേക്ക് എത്തുമോ എന്നാണ് നമ്മൾ നോക്കിയിരുന്നത്. അത് നടന്നില്ല. ആ സമയത്ത് KCയുടെ മേലേക്കാണ് ഇപ്പോൾ ചർച്ച വഴിതിരിച്ചു വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം KC ഇത് വിജയ് ഹസാരെ ട്രോഫിയും ചാമ്പ്യൻസ് ട്രോഫിയുടെ സെലക്ഷൻ തമ്മിൽ ബന്ധമില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. അപ്പം ആ സമയത്ത് വീണ്ടും ഈ ഒരു സാധനം ചർച്ച കൊണ്ടിരുന്നത് സഞ്ജുവിൻ്റെ കരിയറിനെ ദോഷമായി ബാധിക്കുകയുള്ളൂ. ഇപ്പം BCCI പിന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ട്, അച്ചടക്കം എടുത്തിട്ടുണ്ടോ KC ഒരു നടപടിയും താരത്തിനെതിരെ ഇതുവരെ എടുത്തിട്ടില്ല. ക്യാമ്പിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കളിക്കാൻ വേണ്ടി പറ്റിയില്ലെന്നേ ഉള്ളൂ. അത് അവിടെ വേറെ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് താരത്തെ കളിപ്പിച്ചുകൂടായിരുന്നു, സഞ്ജുവിന് കഴിവളിക്കാനുള്ള അവസരം കൂടി ആയിരുന്നില്ല, അത് വേറെ ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പം ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുന്നില്ല പറഞ്ഞാൽ അതിൽ ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിൻ്റെത് നേരത്തെ കണ്ടുവരുന്ന രീതി തന്നെയാണ്, സഞ്ജുവിനെ തടഞ്ഞു തന്നെയാണ്. അവിടെ ഗെയിം ചേഞ്ചറായ പന്തുണ്ടെന്നൊക്കെയാണ് സുനിൽ ഗാവസ്കറിനെ പോലുള്ളവർ പറയുന്നത്. രോഹിത് ശർമ്മക്കും അജിത് അഗാക്കറിനും പന്തിനായിരുന്നു താല്പര്യം എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് രണ്ടും അങ്ങനെയല്ല. സഞ്ജുവിന് താല്പര്യം ഉണ്ടായിരുന്നത് ഗൗതം ഗംഭീറിനാണ്, പക്ഷെ രോഹിത് ശർമ്മ അതെ പന്തിനായിരുന്നു. അത് ഒരു ഈ പറഞ്ഞതുപോലെ ഗംഭീർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ഗംഭീർ ഇപ്പം ഇന്ത്യൻ ടീമിന്റെ കോച്ചായി വരുന്നതിന് മുമ്പ് സഞ്ജുവിനെതിരെ ഏറ്റവും അധികം ബാധിച്ച ഒരു സീനിയർ ഒരു മുൻ താരങ്ങളായിരുന്നു ഗംഭീർ. അപ്പം സഞ്ജു പിന്നെ ഇതുപോലത്തെ ഒരു വിക്കറ്റ് കീപ്പറില്ല, പിന്നെ മികച്ച ബാറ്റ്സ്മാനാണ്, വേറെ ഏത് രാജ്യത്തായിരുന്നെങ്കിലും സഞ്ജു ടീമിലിടം പിടിക്കുമായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഗംഭീർ എത്തിയിട്ടും സഞ്ജുവിന് മാറ്റം ഉണ്ടായിരുന്നു. 2020 ടീമിൽ ഇപ്പോഴും ഒരു സ്പോട്ട് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഏകദിനത്തിലേക്ക് അത് ലഭിക്കുന്നില്ല. അത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ ഇപ്പോഴും അതിലൊരു മാറ്റം വരുന്നില്ല. ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്കറിയില്ല. പിന്നെ സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ സഞ്ജുവിന് വേണ്ടി ഗംഭീർ വാദിച്ചു, പക്ഷേ രോഹിത്തും അഗാക്കറും എതിർത്തു എന്നൊക്കെയാണ് ചർച്ചകൾ പുറത്തു വരുന്നത്. ചിലപ്പം സത്യമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും സഞ്ജുവിന് ഇപ്പോഴും ഭാഗ്യം തെളിഞ്ഞിട്ടില്ല തന്നെയാണ്. ഈ രോഹിത്തിന്റെ കാലം കഴിഞ്ഞ് വരുന്ന ക്യാപ്റ്റനും ഇത് എങ്ങനെ സൂര്യകുമാർ യാദവ് ആണെങ്കിൽ ചിലപ്പോൾ അവസരം ലഭിക്കില്ല. ഈ സഞ്ജുവിന്റെ ഭാഗ്യം തെളിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ മലയാളി ക്രിക്കറ്റ് താരങ്ങൾ നമുക്കറിയാം, അധികം മലയാളി ക്രിക്കറ്റ് താരങ്ങളൊന്നും അങ്ങനെ ഈ ഒരു വലിയൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ താരങ്ങളൊക്കെ വളരെ കുറവാണ്, ചുരുക്കം ആളുകളാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ സഞ്ജുവിന്റെ ഒരു പ്രതിഭ അത് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു താരം കൂടിയാണ് സഞ്ജു. ആ ഒരു അർത്ഥത്തില് ഈ ഒരു അതായത് മലയാളികളോടുള്ള ഒരു മാറ്റി നിർത്തൽ ആ ഒരു രീതിയിലേക്ക് സഞ്ജുവിന്റെ പറയുന്നതാണ്. പിന്നെ മലയാളികളെ മാറ്റി നിർത്തപ്പെടുന്നത് അതിനെ സാധൂകരിക്കുന്നതിലാണ് വീണ്ടും ടീം സെലക്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ അത് നമുക്ക് ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലെങ്കിലും അത് ഇപ്പൊ കാണുമ്പോൾ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ മാറ്റി നിർത്തിയത് ടീം സെലക്ടർമാർക്ക് പറയാൻ പറ്റുന്നില്ല, കോച്ചിന് പറയാൻ പറ്റുന്നില്ല, ക്യാപ്റ്റന് പറയാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് പിന്നെ ഒരുപറ്റം താരങ്ങൾ കഴിവുള്ള മറ്റു താരങ്ങൾ ഉണ്ടെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ ഏകദിന ക്രിക്കറ്റിലെ ഫോം വെച്ച് നോക്കുമ്പോൾ പിന്നെ KL രാഹുലാണോ പന്താണോ ആരാണ് മികച്ച ബാറ്റർ ആരാണ് മികച്ച കീപ്പർ ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പം ഏകദിനത്തിലൊക്കെ സഞ്ജുവിനെ ഇതുവരെ സഞ്ജുവിനെ പറഞ്ഞത് സ്ഥിരതയില്ലാത്ത താരമാണ്. പക്ഷെ ഇപ്പൊ താരത്തിന്റെ ഏറ്റവും പീക്കായ മൊമെന്റ് ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് സ്ഥിരതയാർന്ന പ്രകടനമാണ് വരുന്നത്. അപ്പൊ പിന്നെ വേറെ കാരണം എന്താണ്, ഗെയിം ചേഞ്ചറായ പന്ത് പുറത്തുണ്ടെന്നാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗെയിം ചേഞ്ച്, അതായത് ഏത് രീതിയിലാണ് ഗെയിം ചേഞ്ച് ചെയ്യുന്നത് നമുക്കറിയില്ല. അതിൽ തന്നെ ഗവാസ്കർ പറയുന്നുണ്ട് സഞ്ജുവിന്റെ പിന്നെ അത്ര മികച്ച ബാറ്റ്സ്മാൻ ആയിരിക്കില്ല വന്നെന്നും പറയുന്നുണ്ട്. അപ്പൊ സഞ്ജുവിന്റെ കഴിവിനെ ആരും കുറച്ച് കാണുന്നില്ല. പക്ഷെ സഞ്ജു അവിടെ ഒരു പുറകിൽ ഇപ്പം ഇനിയിപ്പോൾ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ സ്റ്റാൻഡ് ബൈ താരമായിട്ട് സഞ്ജു ഉൾപ്പെടുന്നൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. അതിനെക്കൊണ്ട് കാര്യമില്ല. ഇപ്പം ലോകകപ്പ് കളിക്കാൻ പോയിട്ട് അത് പുറത്തിറക്കിയ പോലെ തന്നെ സഞ്ജുവിന്റെ ടീമിൽ ഉൾപ്പെടുത്തലും ആദ്യ ലെവലിൽ കളിക്കുന്നു തോന്നുന്നില്ല. അതും ഈ KCയുടെ നമ്മളിപ്പോൾ പറഞ്ഞ KCയെ ഒരു ബന്ധപ്പെടുത്തിയിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ശശി തരൂർ MPയുടെ പോസ്റ്റാണ് ഈ ചർച്ചകൾക്ക് ഒരു പുതിയ മാനം കണ്ടെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് ശശി തരൂർ MPയുടെ പോസ്റ്റ് പറഞ്ഞതുപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഈഗോ അതിനെതിരെയുള്ളതാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ രീതിയിൽ ഒരു സഞ്ജുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് താരത്തിന് ദോഷകരം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോ ഈ പറഞ്ഞതുപോലെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് വിജയ് ഹസാര ട്രോഫിക്ക് ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് KCA പറയുന്നു. പക്ഷെ അത് അത്തരം സംഭവം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതും വാർത്തകളിൽ നിറയുന്നതും അതൊക്കെ ഒരു BCCയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ ചാമ്പ്യൻസ് ട്രോഫി? അത് ആണെങ്കിൽ ഇപ്പം ടീം സെലക്ഷൻ സമയത്ത് അവർക്ക് എളുപ്പത്തിൽ പറഞ്ഞു കഴിയാമായിരുന്നു സഞ്ജു വിജയ് ഹസാര ട്രോഫിയിൽ അതാണല്ലോ ഈ അന്വേഷണവും കാര്യങ്ങളൊക്കെ. കാരണം ടീം പ്രഖ്യാപിക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണല്ലോ ഈ വാർത്ത അന്വേഷണം നെഗറ്റീവ് റിപ്പോർട്ടല്ലോ പോയത്. KCA തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ നടപടി എടുത്തിട്ടുണ്ടോ, താരത്തിന് നടപടി ഉണ്ടോ എന്ന് ചോദിച്ചു, നടപടി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ അതിന്റെ ഇതില്ലല്ലോ. പക്ഷെ അപ്പൊ നടപടി ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഈ താരം ഒരു കളിക്കാൻ വന്നിട്ടില്ല, ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഓപ്പണായ കാര്യമാണ്. കാരണം സഞ്ജു കളിക്കാനില്ല, ക്യാമ്പിൽ പങ്കെടുക്കില്ല എന്നാണ് ലെറ്റർ കൊടുത്തത്. കളിക്കാനുണ്ടാവുന്ന ആദ്യം മെയിൽ ഉണ്ടായിരുന്നു ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
പറയുന്നത്, രണ്ടാമതാണ് മെയിൽ അയച്ചത് കളിക്കാൻ അവൈലബിൾ ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ടീം സെലക്ഷൻ കഴിഞ്ഞു. ടീം സെലക്ട് ചെയ്ത് പ്രഖ്യാപിച്ച ശേഷം വീണ്ടും സഞ്ജു വരുന്നു പറയുമ്പോൾ ടീമിൽ മാറ്റം വരുത്താനുള്ള പ്രശ്നമാണ്, പ്രായോഗിക ബുദ്ധിമുട്ടാണ് KCA പറയുന്നത്. അതിൽ KCയുടെ ഭാഗത്ത് നോക്കുമ്പോൾ നേരത്തെ പറയുന്ന പോലെ കേരളത്തിലുള്ളൊരു ഏക താരമാണ്, രാജ്യാന്തര താരമാണ്, സഞ്ജുവിന് ആ പരിഗണന കൊടുക്കണം. ഇതൊക്കെ പറയാനുണ്ടെങ്കിലും ഒരു ടീമിനെ ക്യാമ്പിൽ പങ്കെടുത്തവർ മാത്രമല്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ സഞ്ജുവിന് അച്ഛൻ പറയുന്ന പോലെ ചില പിന്നെ അസോസിയേഷനിലുള്ള ചില ആൾക്കാർ ഈഗോ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേറെ വിവാദങ്ങളിൽ കൂടുതൽ പോയുള്ളൂ. അങ്ങനെ വീണ്ടും വിവാദം ഉണ്ടാക്കി താരത്തിൻ്റെ കരിയർ നശിപ്പിക്കാനുള്ള ഇതിലേക്ക് പോകും. പക്ഷെ അതും ഇതും തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നില്ല. പക്ഷേ അന്വേഷണം വന്നിരുന്നു എന്തുകൊണ്ട് താരം പങ്കെടുത്തില്ല. ഇപ്പം സീനിയർ താരങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ ആഭ്യന്തര ടൂർണമെന്റ് കളിക്കാറുണ്ട്. വിജയഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ഇപ്പം താരങ്ങൾക്ക് കഴിവെളിക്കാനുള്ള അവസരം കൂടിയാണ്. ഇത് സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പുറത്തുള്ളതാണ് കരുൺ നായരുടെ കാര്യം. അതും പറയണം, കാരണം ഇതിൽ കളിച്ചില്ല. വൺ സീസൺ വണ്ടർ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം കരുണിനെ മാറ്റി നിർത്തുന്നത്. യാതൊരു ലോജിക്കില്ലാത്ത ഇതിലാണ് പോകുന്നത്. ഇപ്പം രാഹുൽ ആയാലും ഇപ്പം എന്തായാലും നമുക്ക് പറയാം, മധ്യനിരയിൽ ഇപ്പോൾ ശ്രേയസ് അയ്യർ ആയാലും ഏത് താരങ്ങളായാലും നോക്കിയാൽ, ഈവൻ കോഹ്ലിയുടെ ഇപ്പോൾ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോഴായാലും കരുൺ നായർ ഈ ഒരു ജൈത്രയാത്രയാണ് നടത്തിയത് ഈ വിജയഹസാരെ ട്രോഫിയിൽ. അത് കണ്ടില്ല നോക്കുന്ന ടീമിന് സഞ്ജു കാണുന്ന പ്രതീക്ഷ, അതാണ് നമ്മുടെ തെറ്റ്. സഞ്ജുവിനെ അവർ കാണില്ലെന്ന് ഉറപ്പാണ്. കരുൺ നായരെ പോലെ തന്നെ കരുണിനെ എടുക്കാൻ പറ്റുന്ന ടീമിലേക്ക് ഇപ്പോൾ സഞ്ജുവിനെ എന്തായാലും എടുക്കില്ല, അത് ഉറപ്പായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ KCA ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സഞ്ജു ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണമൊന്നും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാൻ സാധ്യത കുറവാണ്. സഞ്ജു ഇപ്പം കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞു. 2020 മത്സരമാണ് നോക്കുന്നത്, അതിലേക്ക് കഴിവിളിക്കുന്ന മാത്രമേ ഉള്ളൂ. അതെ, പക്ഷെ തീർച്ചയായിട്ടും ഒരു മലയാളികൾക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കരിയറായിരുന്നു സഞ്ജു. ഇപ്പൊ 30ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. പക്ഷെ ഈ ഒരു കറക്റ്റ് സമയത്ത് സഞ്ജുവിന്റെ കരിയറിനെ ആ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം അത് സാധാരണയായിട്ട് ഉണ്ടായതാണോ, അതോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടലിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിപ്പോ പറഞ്ഞാൽ തന്നെ ഇപ്പം എനിക്കിപ്പം കാണുന്നത് സഞ്ജുവിന് വീണ്ടും ഒരു ICC ടൂർണമെന്റ് നഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. അതിലിപ്പം ഈ പറഞ്ഞ പോലെ വിജയഹസാരെ ട്രോഫി, അങ്ങനെയാണ് സഞ്ജുവിന് അറിയാം വിജയഹസാരെ ട്രോഫി വരുന്നുണ്ട്, ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ICC ചാമ്പ്യൻഷിപ്പിൽ വരുന്നുണ്ട്, അതൊക്കെ അറിയാം. പക്ഷേ ടീം സെലക്ഷൻ ബാധിക്കില്ല. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമേ സഞ്ജു തീരുമാനിച്ചിട്ടുണ്ടാവും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ തന്നെ ഉൾപ്പെടുത്താൻ പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഗംഭീർ ബാധിച്ചാലും ഈ കോച്ചും ക്യാപ്റ്റനും സെലക്ടർമാരും ടീം തന്നെ എടുക്കില്ല, സഞ്ജുവിന് ബോധം ഉണ്ടാവും. അത് നമ്മൾ പറയുന്നതാണ്. പക്ഷെ അത് അങ്ങനെ ആയിരിക്കാം, ചാൻസ് ഉണ്ട്. അപ്പൊ സഞ്ജുവിന് അതിപ്പം പങ്കെടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ തിളങ്ങിയതിന്റെ പേരിലോ ടീമിൽ എടുക്കില്ല. ഇപ്പൊ കരുൺ നായർ കളിച്ച പോലെ കളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പൊ 2020 താരമായിട്ടാണ് ഇപ്പൊ സഞ്ജുവിനെ പരിഗണിക്കുന്നത്. 2020 ഫോർമാറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏകദിന ടീമിലേക്ക് പിന്നെ നല്ലൊരു ഏകദിന പ്ലെയർ ആണെന്ന് കൂടി പറയേണ്ടതുണ്ട്. അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ചൊരു താരം കൂടിയാണ്, നല്ല ആവറേജ് ആണ്. ആവറേജ് അതുപോലെ തന്നെ 5 തവണ നോട്ട് ഔട്ട് ആണ്, 5 തവണ നോട്ട് ഔട്ട് ആണ്, ഒരു സെഞ്ചുറി ഉണ്ട്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയണം. ഈ സഞ്ജു നമ്മൾ T20 താരം എന്ന് പറയുമ്പോഴും ഇപ്പം പിന്നെ ഇന്ത്യൻ BCCI പറയുന്നത് ഇപ്പൊ കളിക്കുന്നത് B ടീമാണെന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ടാണ് T20 ടീമിലാണ്. അപ്പം ആ സഞ്ജു ഇപ്പം കളിക്കുന്നത് B ടീമിലാണ്, പകരക്കാരാണ്. അപ്പോൾ ഇവരെ ഒറിജിനൽ ടീം വന്നാൽ ഈ പന്തും രാഹുൽ ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം. അതായത് ഇന്ത്യയുടെ ടീം ഏതാണെന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ അത് ഭയങ്കരമായിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ഈ IPL ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് താരങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടീമിന്റെ, അതായത് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ഒരു 11 പേര് 11 ആരാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ടീമുകൾ, അതായത് ഏകദിനത്തിന് ഒരു ടീം, ടെസ്റ്റിനൊരു ടീം, T20 ടീം, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഇനി മാറാനുള്ള സാഹചര്യം വല്ലതും ഉണ്ടോ? ഏകദേശം അങ്ങനെ തന്നെയാണ് വരുന്നത്. 2-3 താരങ്ങൾ മാത്രമേ എല്ലാം ഫോർമാറ്റിൽ കളിക്കുന്നത്. താൽക്കാലികമാണെന്ന് പറയപ്പെടുന്നതാണ്. ഇവരിപ്പം ഈ ഫോം വെച്ചിട്ട് ഇപ്പം നമുക്ക് ടെസ്റ്റ് ടീം കളിക്കുന്ന ടീമിന്റെ അവസ്ഥ നമുക്കറിയാം. ഏകദിന ടീമിൽ ഏകദേശം ഇവരാണ്. ഇപ്പൊ T20 താരങ്ങൾ യുവതാരങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവർക്ക് തന്നെ അവസരം കൊടുക്കുക. അവർ ഏകദിന താരങ്ങൾ കളിക്കുന്ന താരങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ്. അല്ലാണ്ട് 3 ഫോർമാറ്റിൽ 3 താരങ്ങളാക്കിയിട്ട് വിഭജിച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെർഫോം ചെയ്ത താരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ദേശീയ ടീം ആണ് പ്രഖ്യാപിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി പോലൊരു ടൂർണമെന്റ് ആണ്. ഇപ്പം രോഹിത്തിനും കോഹ്ലിക്കൊക്കെ പറഞ്ഞാൽ ഒരു കിരീട നേട്ടത്തോടെ കരിയർ അവസാനിപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. പക്ഷെ അതിൽ അവർ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് ഇപ്പോഴത്തെ വിവാദങ്ങളൊന്നും അവസാനിപ്പിക്കണം, ഒരു പറ്റും നമ്മുടെ കൂടെ നിൽക്കുന്ന വരുന്ന താരങ്ങളുമായിട്ട് വരണം, ആ ഒരു രീതിയിൽ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇല്ലെങ്കിൽ സഞ്ജുവിനെ പോലെ ഇപ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് ഉപയോഗിക്കാൻ വരുന്ന താരത്തെ ഇപ്പോൾ KL രാഹുലായിരിക്കും മിക്കവാറും വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കുക. സഞ്ജു പന്ത് പിന്നെ ബൈ കീപ്പറായിരിക്കും. പക്ഷേ എന്തായാലും അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല എന്താ വരുന്നതെന്ന്. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒറ്റ വാക്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ആരാണ് ശരിക്കും സഞ്ജുവിന്റെ ഒരു ശത്രു എന്ന്, അല്ലെങ്കിൽ എന്താണ് സഞ്ജുവിന്റെ ശത്രു എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം ചോദ്യങ്ങൾ വരുന്ന KCയുടെ ആണ്. എനിക്ക് തോന്നുന്നില്ല KC ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ BCLO അവിടെ ഒരു സഞ്ജു വിജയഹസാരെ ട്രോഫിയിൽ ഇപ്പോൾ കളിച്ച് 5 ഇന്നിംഗ്സിൽ 5ലും സെഞ്ചുറി അടിച്ചിരുന്നെങ്കിൽ പോലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നില്ല. കരുൺ നായർ ഉദാഹരണമാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ ശത്രു കേരളത്തിലല്ല, പക്ഷേ കേരളത്തിൽ നിന്ന് സഞ്ജുവിന് ഒരു വിവാദം ഉണ്ടാക്കുന്ന അനാവശ്യ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒഴിവാക്കാൻ KCAയും താരത്തോട് എടുത്തുക്കുന്ന വൃത്തങ്ങളും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ചെയ്യാതെ വിവാദങ്ങളിലേക്ക് പോകുന്നു, പിന്നെ രാഷ്ട്രീയമായ ചർച്ചകളിലേക്കൊക്കെ പോകുന്നത് ദൗർഭാഗ്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. സഞ്ജുവിൻ്റെ ശത്രു
നിലവിലെ ഇന്ത്യൻ ടീം BCCI തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, സഞ്ജു എത്ര കളിച്ചാലും ഇപ്പം ടീമിലേക്ക് എടുക്കുന്നില്ല. ഇപ്പം കൊണ്ടുവരുന്ന ടീമിൽ ഇപ്പം സെലക്ട് ചെയ്ത താരങ്ങളെ ഫോമൊക്കെ നോക്കിയാൽ നമുക്കറിയാം. അത് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഈ മറ്റൊരു കാര്യം, സഞ്ജു ഇപ്പൊ KCA ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് തമിഴ്നാട് അതുപോലെ രാജസ്ഥാൻ മറ്റുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് സഞ്ജുവിന് ഗുണകരമാകുമോ? ഇപ്പം കേരളം വിട്ട് കളിക്കേണ്ട ആവശ്യം സഞ്ജുവിനില്ല. ഇപ്പം താരത്തിന് KCA ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. ഇപ്പം താരത്തിന്റെ പിതാവ് അച്ഛൻ വിശ്വനാഥ് പറഞ്ഞതൊക്കെ പോലെ വെച്ചൊക്കെ നമുക്കറിയില്ല എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷെ താരം നേരത്തെ ഇപ്പം രഞ്ജി ട്രോഫിയുടെ ഇടയ്ക്ക് പിന്നെ പരിക്ക് കർണാടക മത്സരത്തിന് ശേഷം ടീമിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ട്. ചിലപ്പോൾ അത് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം, ന്യായമായ കാരണങ്ങളായിരിക്കാം. പക്ഷെ താരത്തിനും കേരളത്തോട് മടുപ്പുണ്ടോ എന്നുള്ള സംശയം അവിടെ നിന്നൊക്കെ ഉയരുന്നുണ്ട് ഈ വിവാദങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ കിട്ടിയ തമിഴ്നാട്ടിൽ രാജസ്ഥാനിലുള്ള ഓപ്ഷൻ കിട്ടിയാൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ്, രാജസ്ഥാനായിട്ട് ആരാധകരുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പം കേരളത്തിലേക്കാൾ ആരാധകർ സഞ്ജുവിന് സപ്പോർട്ടേഴ്സും ഉള്ള നാടാണ്. അപ്പോൾ അവർ കളിക്കാൻ പോയി ഗുണം ചെയ്യും. കാരണം തമിഴ്നാട്ടിലുള്ള ടീമിന് സഞ്ജുവിനെ പോലെ താരത്തെ കിട്ടിയാൽ ടീമിനും ഗുണം ചെയ്യും, രാജസ്ഥാനും ഗുണം ചെയ്യും. സഞ്ജുവിനെ കിട്ടുന്ന ടീമിന് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. പക്ഷെ സഞ്ജുവിൻ്റെ കയ്യിലാണ് പിന്നെ തീരുമാനമുള്ളത്. അത് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇങ്ങനെ വിവാദം വന്നു പോയാൽ അത് സഞ്ജു പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ വിവാദങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു തീരുമാനം വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഇപ്പോൾ പറയാനുള്ളത്, ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 പരമ്പര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അതായത് ഒരു പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സഞ്ജു അത് കൃത്യമായിട്ട് മറുപടി കൊടുക്കാറുള്ളത് ബാറ്റ് കൊണ്ടാണ്. അപ്പൊ ആ ഒരു ഇന്നിങ്സ് കൂടുകൂടിയാണ് സഞ്ജുവിന്, അതുകൂടെ നമ്മൾ കാണണം. പക്ഷെ സഞ്ജുവിന്റെ ഒരു രീതി ആ ഒരു അർത്ഥത്തിൽ ഇപ്പോ കുറച്ചൊന്ന് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അതെ ആ രീതിയിലുള്ള ഒരു മറുപടിയൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിപ്പം സഞ്ജുവിന്റെ T20 ടീമിൽ ഇപ്പം അവസാനത്തെ 3 മത്സരങ്ങളൊക്കെ നമുക്കറിയാം, സെഞ്ചുറി അടിച്ച് വരുന്ന മത്സരങ്ങളൊക്കെ അറിയാം. ആ ഒരു ഇതിൽ നിന്ന് സഞ്ജു ഒരു പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ T20 ടീമിലെ വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാനാണ്. പക്ഷെ ഇപ്പം വീണ്ടും സഞ്ജുവിന്റെ മത്സരം ഓരോ ബോളും സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തി വിവാദങ്ങൾ. ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചാരത്തിന് സമ്മർദ്ദം ഉണ്ടായേക്കാം. സമ്മർദ്ദത്തെക്കാൾ മുൻതാരങ്ങളൊക്കെ ഇപ്പോൾ സഞ്ജുവിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഈ ടീം സെലക്ഷനെ ന്യായീകരിക്കാനും വിമർശിക്കാനും കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും സമ്മർദ്ദത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ സഞ്ജു ബാറ്റ് കൊണ്ട് തന്നെ മറുപടി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ലൊരു ഇന്നിങ്സ് തന്നെ സഞ്ജു നമുക്ക് കാണാൻ കഴിയട്ടെ. അതെ.